ഞാനിവിടെ കുക്ക് ചെയ്യാൻ പോണത് ഒരു പാറ്റീസാണ്. കുട്ടികൾക്ക് വൈകിട്ട് വരുമ്പം പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ചെറിയൊരു സ്നാക്ക്. അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങൾ കുറച്ച് മല്ലിയില വേണം, എള്ള്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, സവാള അരിഞ്ഞത്, ഉരുളൻകിഴങ്ങ് പൊടിച്ചത്, കരിയാപ്പില. ഉരുളൻകിഴങ്ങിൻ്റെ കൂടെ നമ്മൾ 2 ബ്രെഡും കൂടെ പൊടിച്ച് ചേർക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ഒരു സ്റ്റിഫ്നെസ് കിട്ടാൻ വേണ്ടി മാത്രം. പിന്നെ കൂടാതെ നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ ഷീറ്റ് നമ്മളുണ്ടാക്കുന്നത് ബ്രെഡ് തന്നെയാണ്. ബ്രെഡ് തന്നെ ഒന്ന് ചപ്പാത്തി പലകയെ വെച്ചിട്ട് ഒന്ന് അമർത്തി പരത്തിയാൽ മതി. അപ്പോൾ അതിൻ്റെ ഷീറ്റ് കിട്ടും നമുക്ക്. ഇതാണ് ഞാൻ ചെയ്ത് വെച്ചേക്കുന്ന ഷീറ്റ്. അതായത് ബ്രെഡ് ഒന്നുകൂടെ ഒന്ന് ചപ്പാത്തി പലകയെ വെച്ച് ഒന്ന് അമർത്തി ഒന്ന് ഇതാക്കിയതേ ഉള്ളൂ, പ്രസ് ചെയ്തൊന്ന് അമർത്തിയെടുത്തു. അപ്പോൾ അത് കിട്ടുക. അതിനകത്തോട്ട് നമ്മൾ ആ മസാല വെച്ച് ഫോൾഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. പിന്നെ എണ്ണയിലിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ആ മസാല ഉണ്ടാക്കാം. ആദ്യം നമ്മൾ ഒരു ചീനിച്ചട്ടി വെച്ചു. അതിനകത്തേക്ക് നമ്മൾ ശകല എണ്ണ ഒഴിച്ചു. ഞാൻ സൺഫ്ലവർ ഓയിലാണ് സാധാരണ ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് അത് തന്നെയാണ് ഇട്ടത്. പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക. എണ്ണ ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് പിന്നെ അതിനകത്തേക്ക് നമ്മൾ ശകലം കരിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ സവാള, നമ്മളിതിനകത്ത് വേറെ ഇതൊന്നും ഉപയോഗിക്കുന്നില്ല, അതായത് തക്കാളിയൊന്നും ഉപയോഗിക്കുന്നില്ല, സവാള മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ കൂടുതൽ മസാലകളൊന്നുമില്ല. ഉള്ളി, കുരുമുളക് പൊടി മാത്രം, ഉപ്പും കുരുമുളക് പൊടിയും മാത്രമേ ഇടത്തുള്ളൂ ഇതിനകത്ത്, വേറെ ഒന്നും ഇടുന്നില്ല. ഇതൊന്ന് ഫ്രൈ ആകുമ്പോഴത്തേക്ക് നമ്മളതിനകത്തേക്ക് പൊടിച്ച് വെച്ചേക്കുന്ന ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കണേ. ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. വഴണ്ട് വരുമ്പോൾ തന്നെ നമ്മൾ ആ വെള്ളം ഒന്ന് വറ്റി ഒന്ന് വഴണ്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ അതിനകത്തേക്ക് പൊട്ടറ്റോ ഇട്ട് കൊടുക്കണം. പൊട്ടറ്റോയ്ക്ക് മുമ്പേ നമ്മൾ എള്ളൊന്ന് ഇട്ട് കൊടുത്തേക്കണേ. എള്ളൂടെ ഒന്ന് ഫ്രൈ ആയിക്കോട്ടെ. സാധാരണ എള്ള് കുട്ടികളൊന്നും കഴിക്കത്തില്ല, കയ്പ്പായതുകൊണ്ട്. അപ്പോൾ അത് വയറ്റി ചെല്ലാനുള്ള ഒരു മാർഗം കൂടിയാണിത്. എനിക്ക് വെള്ള എള്ളാണ് കിട്ടിയത്. കറുത്ത എള്ളാണ് ഏറ്റവും നല്ലത്, പക്ഷേ ഇവിടെ കിട്ടിയത് എനിക്ക് വെള്ള എള്ളാണ്. അത് കാരണം ഞാൻ വെള്ള എള്ള് ഉപയോഗിക്കുന്നത്. അതിനകത്തേക്ക് നമ്മൾ അടുത്ത പൊട്ടറ്റോ ഞാൻ മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കണം. അതൊന്ന് ഫ്രൈ ആകുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ കുറച്ച് കുരുമുളക് പൊടി, അതായത് ആവശ്യത്തിന് ഒരു എരിവ് കിട്ടാൻ വേണ്ടി മാത്രം കുറച്ച് കുരുമുളക് പൊടി, ഒരു സ്പൂണോ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ മല്ലിയില, ഇതാണ് ഇത്രയും സാധനമാണ് ഇതിലേക്ക് വേണ്ടുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അതിനകത്തേക്ക് ശകലം ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കും. അതായത് ഇതിന് പൊട്ടറ്റോയ്ക്കൊരു പിടുത്തം കിട്ടാൻ വേണ്ടി മാത്രം കുറച്ച് മതി. അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് നമ്മൾ ബ്രെഡിനകത്ത് തന്നെ വെക്കുകയാണ്. പിന്നെ വേറെ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഇതിനകത്തേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് ചീസാണ്, ശകലം ചീസ്. ഇതൊക്കെ കുട്ടികളുടെ വയറ്റിൽ ചെല്ലട്ടെ എന്ന് വിചാരിച്ച് മാത്രം നമ്മളിടുന്നതാണ്. ഇപ്പോൾ ചീസൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പൊട്ടറ്റോയും കുരുമുളക് പൊടിയും തന്നെയാണെങ്കിലും അതിൻ്റേതായ ടേസ്റ്റ് ഉണ്ടാവും. ചീസൊക്കെ ഇടുമ്പോൾ ഒരു ടേസ്റ്റ് കൂടുതൽ വരും. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ വയറ്റിലോട്ട് ചെന്നോട്ടെ എന്ന് വിചാരിച്ച് അങ്ങിടുന്നതാണ്. എന്നിട്ട് ഇത് നല്ലവണ്ണം ഫ്രൈ ആക്കി എടുക്കണം. നമ്മൾ വെള്ളമയം ഇല്ലാതെ ഫ്രൈ ആക്കിയെങ്കിലേ ബ്രെഡിൽ വെച്ചാലും നമുക്കത് ഒട്ടിയിരിക്കത്തുള്ളൂ കേട്ടോ. ഞാൻ വരാം, ശരിയാക്കി. നമ്മൾ ഈ മസാലയ്ക്കകത്തുനിന്ന് ഒരു കുഞ്ഞ് ബൗൾ പോലെ കുറച്ച് സാധനം എടുത്തിട്ട് ഞാനിവിടെ ബ്രെഡ് ഇതാക്കി വെച്ചിട്ടുണ്ട്, പരത്തി വെച്ചിട്ടുണ്ട്. അതായത് ഷീറ്റ് പോലെ, നമ്മൾ സാധാരണ ഷീറ്റ് വാങ്ങിക്കുന്ന പോലെയല്ല. നമ്മൾ വേണമെങ്കിൽ സമോസ ഷീറ്റ് മേടിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. പക്ഷേ ഇത് ഞാൻ ബ്രെഡ് തന്നെ ഷീറ്റാക്കിയതാണ്. അതിനകത്തേക്ക് ഇത് ഒന്ന് വെച്ച് അമക്കി അങ്ങെടുക്കുക. 4 വശവും നല്ലവണ്ണം ഒന്ന് പ്രസ് ചെയ്ത് അമക്കി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പണി കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ ഇത് കൊണ്ടുചെല്ലുക. ഞാൻ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്, അതിനകത്ത് ശകലം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് വെച്ച് അപ്പുറയും ഇപ്പുറയും നല്ലവണ്ണം ടോസ്റ്റ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ കാര്യം. വൈകുന്നേരം കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് വരുന്ന ഉടനെ ഒരു സ്നാക്ക് ഐറ്റമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും.
രണ്ട് വശം ഒരുപോലെ നമ്മൾ ഒന്ന് തിരിച്ചിട്ട് എടുത്താൽ മാത്രം മതി. ഗോൾഡൻ ബ്രൗൺ ആവുന്നിടം വരെ രണ്ട് വശവും ഒന്ന് നമ്മൾ കറക്റ്റായിട്ടൊന്ന് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അധികം തീയിടണ്ട, ചെറിയ തീയിലൊന്ന്, എന്താ വെച്ചാൽ ബ്രെഡല്ലേ പെട്ടെന്ന് കരിഞ്ഞു പോകും, അതുകൊണ്ട് ചെറിയ തീയിലൊന്ന് ചൂടാക്കി എടുത്താൽ മതി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതൊക്കെ എളുപ്പം കുട്ടികൾക്ക് വൈകുന്നേരം വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ സാധനങ്ങളാണ്. ഇതാണ് നമ്മൾ തയ്യാറാക്കിയ ടോസ്റ്റ്. താങ്ക് യു.